മല്ലികാർജ്ജുൻ ഖർഗെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകണം എന്ന് തൃണമൂൽ കോൺഗ്രസ് ആവശ്യപ്പെട്ട കാര്യം പ്രേക്ഷകർക്കറിയാമല്ലോ. ഈ നിർദ്ദേശത്തെ CPIM MP പിന്തുണച്ച് രംഗത്ത് വന്നു. മല്ലികാർജ്ജുൻ ഖർഗെയ്ക്ക് സ്വീകാര്യതയുണ്ടെന്ന് CPM രാജ്യസഭാ MP വികാസ് രഞ്ജൻ ഭട്ടാചാര്യ. പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ അഭിപ്രായത്തെയാണ് അദ്ദേഹം പിന്തുണച്ചത്. കോൺഗ്രസ് പാൻ ഇന്ത്യ പാർട്ടിയാണെന്നും അദ്ദേഹത്തിൻ്റെ പ്രതികരണം. അച്യുതൻ വിവരങ്ങൾ നൽകുന്നു. അച്യുതൻ, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് SK. ഈ ഇന്ത്യ സഖ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കഴിഞ്ഞ കാലങ്ങളിലെ ചർച്ചകൾ പരിശോധിച്ചാൽ തന്നെ വ്യക്തമാണ്. ഈ മല്ലികാർജ്ജുന ഖാർഗെ പ്രധാനമന്ത്രിയായി ഉയർത്തിക്കൊണ്ടുവരാനുള്ള പലതരത്തിലുള്ള നിർദ്ദേശങ്ങൾ അന്ന് തന്നെ ഉയർന്നിരുന്നു. പക്ഷേ അതിൽ ഈ ഇന്ത്യ സഖ്യത്തിനകത്തുള്ള പല പാർട്ടികൾക്കും എതിർപ്പുമുണ്ടായിരുന്നു. ഇന്നലെ ഈ യോഗത്തിൽ നിന്ന് നിതീഷ് കുമാറും ലാൽ പ്രസാദ് യാദവും നേരത്തെ മടങ്ങുന്ന ഒരു സാഹചര്യമുണ്ടായി. അതായത് പൊതുവെ JDUവിനും RJDക്കും താല്പര്യം നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രിയാക്കണമെന്നുള്ളതാണ്. ഡിസംബർ 24 നിതീഷ് കുമാർ ഒരു യാത്ര ആരംഭിക്കുകയാണ് വാരണാസിയിൽ നിന്ന്. അങ്ങനെയുള്ള നീക്കങ്ങൾ നിതീഷ് കുമാറിന്റെ ഭാഗത്തുനിന്ന് സജീവമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. അതിനിടയിലാണ് ഇന്നലെ തൃണമൂലും ആം ആദ്മിയും ഈ മല്ലികാർജ്ജുന ഖാർഗെയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി കൊണ്ടുവരണം എന്നൊരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ ഈ അഭിപ്രായത്തിന് ഇപ്പോൾ CPIMന്റെ കൂടെ ഒരു പിന്തുണ ലഭിക്കുകയാണ്. അത് CPIMന്റെ രാജ്യസഭാ MP വികാസ് രഞ്ജനാണ് അതിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. മല്ലികാർജ്ജുന ഖാർഗെയ്ക്ക് നല്ല സ്വീകാര്യത രാജ്യത്തുണ്ട്. കോൺഗ്രസ് ഒരു പാൻ ഇന്ത്യ പാർട്ടിയാണ്. ഒപ്പം തന്നെ ഈ കോൺഗ്രസിനും CPIMനും അതിൻ്റെതായ ഒരു അസ്തിത്വം അത് രാജ്യത്തിന്റെ എല്ലാ കോണുകളിലും ഉണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ മല്ലികാർജ്ജുന ഖാർഗെയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള പിന്തുണ കിട്ടുമ്പോഴും ഇന്ത്യ സഖ്യത്തിന്റെ നിലപാട് ഈ ഒരു തെരഞ്ഞെടുപ്പിന് മുൻപ് ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി പ്രഖ്യാപനം വേണ്ട എന്നുള്ളതാണ്. കാര്യം അത് ഒരുപക്ഷെ ഈ കക്ഷികൾക്ക് ഒരു അതൃപ്തി ഉണ്ടാക്കി അവർക്ക് അതൊരു ഇന്ത്യ സഖ്യത്തിന് ഒരു ബാധിക്കുന്ന രീതിയിൽ, വെല്ലുവിളിയാകുന്ന രീതിയിൽ എന്തെങ്കിലും തരത്തിലുള്ള നീക്കങ്ങളിലേക്ക് മാറുമോ എന്നുള്ള ഒരു ആശങ്കയുണ്ട്. അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി നിർണയം വേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ സഖ്യം നീങ്ങിയിരിക്കുന്നത്. പക്ഷേ ആ ഒരു സാഹചര്യത്തിലും പലരും ഇപ്പോൾ മല്ലികാർജ്ജുന ഖാർഗെയ്ക്ക് പിന്തുണയുമായി രംഗത്ത് വരികയാണ്. അച്യുതൻ.